ഒന്ന് കുമ്പിട്ട് കിളക്കുന്ന ഗോപിയേട്ടാ. ചെപ്പി തോണ്ടിട്ട് ചെവി തോണ്ടണ പോലല്ല പാടത്ത് വരമ്പ് കൂട്ടണത്. മണ്ണിനാണോ കൈക്കോട്ടിനാണോ വേദനിക്കാന്ന് നോക്കിട്ടല്ലേ ഓരോ മാന്തലും. അതെ, ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണാടത്തിന് തുണി തയ്ക്കാൻ വിളിച്ച തന്നെ, പിന്നെ ഇട്ടെറിഞ്ഞു പോവാത്തേ ആ പ്രഭാകരനെ ഓർത്തിട്ടാ. മതി മതി, കാലം കുറച്ചായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ തയ്ക്കാനോടെ കൃഷ്ണനാട്ടം മുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പോ ഈ പണി മര്യാദക്ക് അങ്ങോട്ട് ചെയ്യാം. ബാക്കിയുള്ളവര് കൂടെ നിന്ന് നയിച്ചിട്ട് എന്നെ കള്ളത്തരാ ചെയ്യണത്. അപ്പൊ മാറിയെന്ന് എന്താവും തരം? ഓഹോ, മറ്റുള്ളവരുടെ വായിന്ന് വീണ എന്താന്ന് ചെവിയോർക്കാൻ എന്തൊരു ഉത്സാഹം. അത് ഞാറ് നടുമ്പോഴും കാണണം കേട്ടോ. എനിക്കൊരു പേരുണ്ട്. തോന്നിയതുപോലെ വിളിക്കണമെങ്കിലേ വീട്ടിൽ അമ്മയുടെ പെങ്ങടെ എടുത്ത് ചെല്ലണം. എനിക്ക് അമ്മയും പെങ്ങളും ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? കൊട്ടേക്കിടന്ന് മീൻ വെയിലുകൊള്ളണതിന് മുമ്പേ ആരുടെയെങ്കിലും തലയെ കൊണ്ടുപോയി കെട്ടിവെക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്. നീ വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ പ്രവേട്ടനം എന്നെ കാണുമ്പോ മുങ്ങി കിടക്കുന്ന എന്തേ? കാശുവല്ലൊന്നും കടം കൊടുത്തിട്ടുണ്ടോ? അത് മാത്രമല്ല, 5-6 മാസമായിട്ടേ പത്രത്തിന്റെ കാശ് തന്നിട്ടില്ല. ഇനി കാശ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പത്രം ഇടില്ല കേട്ടാ. അയ്യോ എന്റെ സുരേഷേ, ഈ ഭൂലോകത്ത് നടക്കുന്ന വാർത്തകൾ അറിഞ്ഞിട്ടേ ഒരു ദിവസം തുടങ്ങാവുന്ന എനിക്ക് യാതൊരു നിർബന്ധമില്ല കേട്ടാ. നീ നാളെ മുതൽ പത്രം ഇടണ്ടോ? പിടിച്ചേലും വലുതാണ് അളയിലെന്ന് പറഞ്ഞ മാതിരിയാ നിന്റെ കാര്യം. അതെ, ഒന്ന് നിന്നെ. എന്താടി? അത്യാവശ്യ കാര്യം മോനെ. മാസം 2 ആയില്ലേ നീ കുറിക്കാശ് തന്നിട്ട്? അതെ, അത് തന്നിട്ട് പോയാ മതി. പ്രബേട്ടൻ കാശ് തരാത്തോണ്ടാ. അടുത്ത തവണ മുടക്ക് തീർത്ത് അടച്ചോളാം. അയ്യോ പാവം, പ്രബേട്ടൻ തരാനുള്ള കാശ് ഞാൻ നടത്തുന്ന കുറിയും തമ്മിലേ യാതൊരു ബന്ധവും ഇല്ല മോനെ. അത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞാ മതി. എനിക്ക് വേറെ പണിയുള്ളതാ. മോൻ പോയേ. ഏത് നേരത്താണോ നിന്നെ കണ്ടപ്പോ വണ്ടി നിർത്താൻ തോന്നിയത്? എന്റെ സമയം നല്ലതാ മോനെ, അതുകൊണ്ടാ. ഞാൻ കരുതി ഇന്നലത്തെ പോലെ നീ ഇന്നും വെള്ളം വയ്ക്കാൻ മറന്നിട്ടുണ്ടാവുന്നു. തൊട്ടപ്പുറത്ത് പൈപ്പുണ്ടല്ലോ, അതിൽ കാലെഴുതി കയറിയ പോരെ. ചില ശീലങ്ങളൊന്നും മരിക്കുന്നത് വരെ മാറ്റാൻ പറ്റില്ല മോളെ. ശരിയാ, കടം വാങ്ങിട്ട് കൊടുക്കാനുള്ളവരെ കാണുമ്പോ മുങ്ങി നടക്കണ ശീലേ ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. നോക്കണ്ട, എന്നോട് സുരേഷ് തന്നെയാ പറഞ്ഞത്. എന്റെ ദൈവമേ, ആകെ കൂടി അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു 3000 രൂപ, അതിന് 30,000 രൂപയുടെ നോട്ടീസ് ഓടിച്ചു കഴിഞ്ഞു. അടുത്ത മാസം കുറി വിളിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള കാശ് എന്റെ ഉണ്ട്. വേണേ കടം വീട്ടിക്കോ, തിരിച്ചു തന്നാ മതി. വേണ്ടേ, അത് ഭവതി തന്നെ വെച്ചോണ്ടാ മതി. എന്നാ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കാൻ വാ, അപ്പൊ കാണാം. ഓടി കിടന്നു. പ്രഭേ, ഓ, നിന്നോട് ഗോമതിക്ക് എന്തോ പറയണോന്ന്. വല്യമ്മായിക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ അമ്മയുടെ സപ്പോർട്ട് എന്തിനാ? എന്താ വല്യമ്മായി? കാശിന്റെ കാര്യോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ല. ആണെങ്കിൽ തന്നെ നിനക്ക് എന്താണ് ഇത്ര വലിയ ഛേദം? എന്റെ പ്രഭയോട് ചോദിക്കാനേ എനിക്കറിയാൻ സമ്മതമൊന്നും വേണ്ട. മോനെ പ്രഭാകര, എനിക്കൊരു 25,000 രൂപ വേണം. 25,000 രൂപയോ? ആ, എന്റെ അനിയത്തി ഭാനുമതിയില്ലേ, അവളുടെ മോക്കൊരു കല്യാണാലോചന. അതിനവൾക്ക് വയസ്സ് 17 കഴിഞ്ഞല്ലേ ഉള്ളൂ. ആണെങ്കിൽ എന്താ, വയസ്സ് അറിയിച്ചിട്ട് 4-5 വർഷമായില്ലേ. ഒന്നും പറയണ്ട എന്റെ പ്രഭേ. +2 പഠിക്കുന്ന പെണ്ണെ സ്കൂളിൽ പോണ ബസ്സിലെ ഡ്രൈവറായിട്ട് അങ്ങ് പ്രേമത്തിലായി. രാത്രിക്ക് രാത്രി ഒളിച്ചോടാൻ പോയ പെണ്ണിനെ ഭാഗ്യത്തിന് നമ്മുടെ ഭാനുമതി കണ്ടത്. അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഒറ്റ വാശിയില്ല പെണ്ണ്. അവസാനം ഇപ്പൊ അടുത്തതിന്റെ പിന്നത്താഴ്ച അതങ്ങ് നടത്തി കൊടുക്കാന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഇപ്പോഴേ ഭാനുമതി എന്നെ വിളിച്ച് നെഞ്ചു തടി നിലവിളി. ഒരു പെണ്ണിനെ എങ്ങനെ അയച്ച് വെറുതെ ഇറക്കി വിടുകയെന്ന് അവൾ എന്നോട് ചോദിക്കുന്നേ. അവളുടെ ദണ്ണം കേട്ടപ്പോ പ്രഭാകരൻ വരട്ടെ, ഒരു 25,000 എങ്കിലും വാങ്ങി തരാമെന്ന് ഞാൻ പറഞ്ഞു പോയി. എന്റെ പൊന്നു പ്രഭാകര, നീ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം. അത് പിന്നെ അമ്മായി, ഞാൻ ഒരു മുഴുക്കൂടി എന്റെ ഭാര്യയെ പോയതുകൊണ്ടല്ലേ ഭഗവാന് എനിക്ക് എന്റെ കൂടപ്പറപ്പിന് വേണ്ടി ഇങ്ങനെ ഇറക്കേണ്ടി വന്നത്. ഓ, ഇനി അലറി വിളിച്ച് നാട്ടുകാരെ കേൾപ്പിക്കണ്ട. 2 ആഴ്ച കഴിഞ്ഞല്ലേ കല്യാണം. നോക്കട്ടെ, സംഘടിപ്പിക്കാം. വല്യമ്മായി വെറും ഗോമതി അല്ല കേട്ടോ, KPSC ഗോമതിയാ. സമ്മതിച്ചു. ഇവനിത് എവിടെ പോയി കിടക്കുന്നു?
അതേ കട അവിടെ മലർക്ക തുറന്നിട്ടിട്ട് നീ ഇവിടെ വന്ന് സൊറ പറഞ്ഞിരിക്കുക. ആരെങ്കിലും അതിനകത്തേക്ക് കയറി പോയാൽ പോലും അറിയില്ലല്ലോ. പിന്നെ രണ്ട് സൈഡിലും കാവൽ താഴ്ന്ന സ്വർണ്ണക്കട. സ്വർണത്തേക്കാ വിലയുള്ളതാണ് അതിനകത്തുള്ളത്. അതെന്താണെന്ന് അറിയണമെങ്കിലേ ആദ്യം നീ അക്ഷരങ്ങളുടെ മൂല്യം എന്താണെന്ന് അറിയണം. മഹാത്മാവ് ആരായിരുന്നു ഞാൻ ചോദിക്കട്ടെ, ഈ PK പ്രഭാകരൻ എഴുതിയ ഗാന്ധിജിയെ അടുത്തറിയുക എന്ന പുസ്തകത്തിന്റെ 5000-ഓളം കോപ്പികൾ ആ കടയിൽ കെടാച്ചടക്കായി കെട്ടിക്കിടക്കുന്നു. എന്താ ചെലവാകാത്തെ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് കാശിന്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട്. എന്തായാലും സ്വർണ്ണക്കടയേക്കാൾ മൂല്യമുള്ള ഈ കട നോക്കാൻ പ്രഭാകരൻ വേറെ ആളെ നോക്ക്. ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? 3-4 മാസം ശമ്പളം കിട്ടിയിട്ട് സുശീല കഴിഞ്ഞാൽ പിന്നെ എന്റെ ഏക വീക്ക്നെസ് കാശ. അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ഷന് റിസൾട്ട് വന്നാ പിന്നെ ഞാൻ ആരാ മോനെ? ഈ പഞ്ചായത്തിന്റെ മെമ്പർ. അപ്പൊ പിന്നെ നീയോ ഈ നാട്ടിലെ ഒരേ ഒരു ബുക്ക് സ്റ്റോളിന്റെ MD. അപ്പോഴോ അതിനെ PK പ്രഭാകരൻ ദണ്ഡിയാത്ര വീണ്ടും നടത്തണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ താന് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടെന്തായി? തോറ്റു തൊപ്പിട്ടില്ലേ? ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. നോക്കി നമുക്ക് കാണാടോ. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി. പക്ഷെ ഇനി അതുണ്ടാവില്ല. അവറാന് വേണ്ടി ബ്രോക്കർ പണിക്ക് നടന്ന താനൊക്കെ ഇപ്പൊ അയാളുടെ പാർട്ടിക്കാരനായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ചെയ്ത അഴിമതിയുടെ കണക്കുകളൊന്നും പുറത്തു വരാതിരിക്കില്ല മക്കളെ. തെളിവ് സഹിതം വലിച്ചു കയറി പുറത്തിടും ഈ പ്രഭാകരൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. സത്യം സത്യം സത്യം. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണല് വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം വീഴ്ത്തുമ്പോ എന്റെ പെരുവിരലിൽ ഒരു തരിപ്പ് അങ്ങോട്ട് കേറും. എന്റെ വരദാസ, ആ തരിപ്പിന്റെ സുഖം എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ മേനോൻ സാർ ഇന്നലെയും വിളിച്ചിരുന്നു. ആ കോൾപ്പാടം നികത്തി കിട്ടിയ അവിടെ മാലതി സിറ്റി എന്ന പേരിൽ ഒരു വലിയ റെസിഡൻഷ്യൽ വില്ലേജ് ഉണ്ടാക്കാനാ പുള്ളിയുടെ പരിപാടി. എല്ലാ വില്ലകളും NRIസിന് മാത്രം. സ്കൂള്, ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, സൂപ്പർ മാർക്കറ്റ് എല്ലാം അതിനകത്ത് തന്നെ. ഒന്നിനും പുറത്തേക്ക് വരണ്ട. എന്നാ പിന്നെ പഞ്ചായത്ത് ഓഫീസും പോലീസ് സ്റ്റേഷനും കോടതിയും സെക്രട്ടേറിയറ്റും ഒക്കെ അതിനകത്താക്കാം. മാലതി സിറ്റി എന്നുള്ളതിന് പകരം മാലതി സംസ്ഥാനം എന്ന് പേരും വെക്കാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ ഇളയപ്പ? പണ്ട് 100 പറ കണ്ടം നികത്തി നമ്മൾ തെങ്ങും തൈ നടാൻ തുടങ്ങിയപ്പോ അവൻ നടത്തിയ സമരം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവനെ കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചകത്താക്കി. എന്നിട്ട് ആ ഗ്യാപ്പില് നമ്മൾ പാടം മുറിച്ച് വിൽക്കുകയും ചെയ്തു. ഇനി ഇത്തരം കളികളൊന്നും അവന്റെ അടുത്ത് നടപ്പില്ല. ഈ കുന്നും പുഴയും പാടുന്ന കേൾക്കുമ്പോ അവനെന്തിനാ ഹാലടക്കുന്നത്? അവന്റെ കുടുംബസ്വത്തൊന്നല്ലോ. അവനെ പോലുള്ള ചിലർ സമരം ചെയ്യുന്നത് കൊണ്ടാ ഈ കുന്നും പുഴയും പാടവും ഒക്കെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ 3500 ഏക്കറുള്ള ഈ തോന്നൂർക്കര പഞ്ചായത്തിന്റെ മുകളിലുള്ള ആകാശം പോലും നമ്മൾ വിറ്റ് കാശാക്കിയനെ. നിർത്തണ ചാണ്ടി, നീ അന്നമ്മയുടെ ആവോലിയും അവറാന്റെ സ്കോച്ചും മെഴുങ്ങിയിട്ട് അവന്റെ മഹത്വം വിസ്തരിക്കണ്ട. അയ്യോ ഇളയപ്പ, മറ്റൊന്നും തോന്നരുത്. 2 എണ്ണം ഉള്ളിൽ ചെന്നാ ഞാൻ ഉള്ള സത്യം പറഞ്ഞു. ജന്മവാസനയാ, അപ്പനപ്പൊപ്പന്മാരായിട്ട് കിട്ടിയതാ. അവൻ ജയിച്ചു വന്ന ആകെ പ്രശ്നമാവും. നമ്മുടെ പരിപാടികളെല്ലാം കുഴപ്പത്തിലാവും. അതെ, അവൻ കുഴപ്പത്തിലാക്കും. നീ ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ എന്തെങ്കിലും വഴി പറഞ്ഞാ ചാണ്ടി. ഒരു വഴിയുണ്ട്. എന്താ? അവനൊരു ഗാന്ധിയനായതുകൊണ്ട് നമ്മളൊരു ഗോഡ്സെ പകരം ഇറക്കുന്നു. അതാരാള്? ഏത് വാർഡിലെ? 3ാമത്തെ വാർഡിലെ. 3ാമത്തെ വാർഡ്. അവറാറ്റ് സമാധാനിക്ക്. ശാന്തി പറഞ്ഞതിനാണ് ഐഡിയ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഭരത. ബാക്കി നോക്ക്, പെട്ടെന്ന് തീർക്കാം. ഒഴിക്കുദാസ. 3ാമത്തെ വാർഡിലൊരു പണിക്കരാണല്ലോ ഈ ഗോഡ്സ്. അതേത്?